എന്റെ പോന് നല്ലൊരു ഡാമേജ് ഉണ്ടായിരുന്നു അണ്ണാ പക്ഷെ ഒരു ചലഞ്ച് ഫോർ നെക്സ്റ്റ് മാച്ച് കുടുംബശ്രീ മീറ്റിംഗ്. ചരക്കൺ സരള കണ്ണൻ സരള സര ചേച്ചി തങ്കമണി വീട്ടിലെത്തി അമ്മണി കാർത്തിയായിനി പബ്ജിയിലെ നാട്ടുവർത്താനം അതാണ് ടോപ്പിക്. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. സർലേ എടി ഇങ്ങോട്ട് വന്നേ, എടി ഇങ്ങോട്ട് വന്നേ, നമുക്കൊരു കുടുംബ പ്രാർത്ഥന തുടങ്ങിയിട്ട് കളി തുടങ്ങിയാലോ? ഇനി വാടി. എന്നാ തുടങ്ങും മറ്റുള്ളവരെവിടെ? തുടങ്ങിക്കോളൂ. എടിയാ തങ്കമണിയായി തങ്കമണിയേ തങ്കമണിയായി എടിയായി എടി കാർത്തിയാരിയായി പരിപാടി തുടങ്ങാറടി വരിലടിയായി നീയൊക്കെ. എടി ഓടി വാടി. പറയാൻ സാധിച്ചത് എടി നീയാണടി തങ്കമണി, ഞാൻ സരളയടി. ഞാൻ പാടട്ടെ. എടി അമ്മണിയാ കാർത്തിയാനിയായി ഓടി വാടിയായി. ദൈവമേ കൈ തൊഴാം കേൾക്കുമാ. നമുക്കൊരു കൊടമൊത്ത് വെച്ചൊക്കെ തുടങ്ങിയാലോടി. കൊടാമുതാടി കൊടത്തി പെണ്ണേ കൊടാമുതാടി കൊടാമുതാടി കൊടാത്തി പെണ്ണേ കൊടാത്തിന്റെ പേര് പറയടി കൊടാത്തി പെണ്ണേ. എടി ഫ്ലൈറ്റ് എടിയേ നീ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിട്ടുണ്ടാടിയേ? ഞാൻ കേറിട്ടില്ല. എടിയേ ഉള്ള കാര്യം പറയാല്ലേ, അതാണ്ട ഈ അപ്പുറത്തെ മുക്കിലെ പറ്റുള്ള കുടുംബശ്രീ അംഗങ്ങള് മൊത്തം ഇറങ്ങുന്നത് സെവർണിയിലാണ്. അങ്ങോട്ടൊന്നും പോകണ്ട കേട്ടാ. നമുക്ക് ആളൊഴിഞ്ഞ ഫ്ലൈറ്റിനകത്ത് പപ്സ് വരുന്ന നമുക്ക് എടിയേ നീ ഇതുവരെ പോയിട്ടില്ലല്ലേ? ഞാൻ പണ്ട് എന്റെ മോന്റോടെ ഒരു വട്ടം പോയിട്ടുണ്ട്. എടിയേ കാർത്തിയാനിയേ നീ ഫ്ലൈറ്റ് കണ്ടിട്ടുണ്ടോടിയേ? എടിയേ നമ്മക്ക് എല്ലാവർക്കും കൂടി അങ്ങ് മറ്റേ 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 കടലോരത്ത് വല്ലതും പോയിരുന്ന കഥയും പറഞ്ഞോണ്ടിരിക്കാടിയേ. എനിക്കൊന്നും വയ്യടിയേ വെടിവെക്കാൻ. എടിയെ തള്ളിയിട്ട അല്ലടിയേ, ഇത് പാരച്ചൂട്ട് ഉണ്ടടിയേ. താഴെ എത്തുമ്പോ പാരച്ചൂട്ട് വരുടിയേ. എടിയേ അമ്മണിയേ നീ കണ്ടിട്ടുണ്ടോടി ഇത്? അയ്യോ എനിക്കൊന്നും കാണാൻ വയ്യേ. എന്തൊക്കെ ഈ നടക്കുന്നത്? എടിയെ കണ്ടാടി, എന്നെ മാൻ എന്നെ പണ്ട് ഇതേപോലെ കൊണ്ടുപോയിട്ടുണ്ട്. നീയൊക്കെ വന്നിട്ടില്ലല്ലേ? പാരച്ചൂട്ടിട്ട് നീ ചാടിട്ടുണ്ടാ? സ്കൈ ഡൈവിങ് ചെയ്തിട്ടുണ്ടാ നീ? എടിയെ സമയം ഒന്നും ആയില്ലടിയേ, നമുക്ക് പരിപാടി തുടങ്ങുന്ന സമയം. എടിയേ അപ്പുറത്തെ കുടുംബശ്രീയിലെ ആൾക്കാർ ഇറങ്ങിയടിയേ. എടിയേ തെക്കേ മൂലയിൽ ഇറങ്ങിയടിയേ, തെക്കേ മൂലയിൽ ഇതോ ഇറങ്ങിയുണ്ട് നമ്മളെ കണ്ണപ്പന്റെ വീടിന്റെ ഭാഗത്ത്. ഇതോ ഇറങ്ങിയടിയേ. സരളേ ഉച്ചക്ക് വെച്ച 5 പോയിന്റിന്റെ ബാക്കി വല്ലതും ഉണ്ടാ? എടിയെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ വെക്കുന്നത് എനിക്കുള്ളതാണെന്ന്. നിനക്ക് വല്ല വേണേ നീ നിന്റെ മക്കളെടുത്ത് നിന്റെ മറ്റേ കെട്ടിയോണ്ടോ വന്തൻ അങ്ങനെ അടുത്ത് പറയണം മറ്റേ ഉണ്ടാക്കി തരാൻ. എന്റെ അടുത്ത് വന്നിരുന്ന് ഇറക്കുന്നതിരടി. തങ്കമ്മോ ഇവര് കേട്ടാടി ഇവള് പറയുന്നത്? ഇവക്ക് എന്നും ഇത് ഇരക്കല് ഇവളെ വീടോട് കൂടി ഇരക്കുന്ന ജോലി തന്നെ. നീ വേണേ കാർത്തികനെ പറഞ്ഞു, പക്ഷെ സുമേഷ് ചേട്ടനെ നീ ഒന്നും പറയാൻ പോയേക്കല്ലേ കേട്ടോ. കെട്ടിയോരെ കാട്ടി അവക്കങ്ങ് അപ്പുറത്തെ വീട്ടിലെ കണ്ടവന്റെ കൂടെയാണ്. ഒന്ന് കെട്ടിയോൻ കൂടെ ചാക്കാലെ ഒത്ത് കിടന്നപ്പോ അവക്ക് തിരിഞ്ഞു നോക്കാൻ വയ്യായിരുന്നു. ഈ തങ്കമണിന്നും പേരിട്ടിട്ട് അവളുടെ കോണം നോക്ക്. എന്തൊരു പെണ്ണ് വിളക്ക. അവളൊക്കെ കുടുംബത്തിക്കുള്ള അവളെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവള്. എവിടെയൊക്കെ കെട്ടിയ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അങ്ങേരെ നല്ല കാലത്ത് നീയൊക്കെ അങ്ങേരെ മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടാടി. അങ്ങേർക്കൊന്ന് വയ്യാതായപ്പോ നിന്റെ കെട്ടിയാനോ വേണ്ട, കണ്ടവന്റെ കാര്യത്തിലാണ് നിനക്കൊക്കെ വലിയ വലിയ കാര്യങ്ങള്. ഒരു കൊച്ചുള്ളതല്ലേ ആ പെണ്ണിന്? എന്തരടിയാ അമ്മണിയാ എന്തരടിയാ നീ പറഞ്ഞത്? കേട്ടില്ലല്ലേ? സരളയുടെ മോളാ? എനിക്ക് മോളുണ്ടെന്നാണ് അപ്പൊ അവള് വിചാരിച്ചിരിക്കണേ. എടിയേ അതെന്റെ മോളല്ലടിയേ, മരുമോള്. അത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴേ മറ്റേ ലീലാമണിയുടെ മൂത്ത മോളില്ലേ അവിടെ പാർക്കി ഇരിക്കുന്നു. എടിയെ ഉള്ള കാര്യം പറയല്ലേ, അവളൊരു പിഴച്ച വിത്താണ്. ഞാൻ പറയാല്ലേ, ഞാനിത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചാണ്. 24 മണിക്കൂറും റോഡിൽ കൂടി പോകുമ്പോഴും ഫോണും കുത്തിക്കൊണ്ട് അവളുടെ ഒരു നടത്തമുണ്ട്. മറ്റേ വണ്ടി ഇടിച്ച് ചത്ത അവൾ അറിയില്ല. അവള് എന്തൊരു പറയാ ഈ കാലം. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പോക്കേ ഞാനിങ്ങനെ ആലോചിച്ച് തലയും കൈ വെച്ചിരിക്കുവായിരുന്നു. തലയും കൈ വെച്ചിരിക്കാല്ലാതെ നമ്മളെ കൊണ്ടൊക്കെ ഇനി എന്തൊരു പറ്റാ ഈ വയസ്സാം കാലത്ത്. മോൻ അത് അങ്ങനെ ഒരു മോൻ. എടി ഇവക്കൊക്കെ വീട്ടില് പിള്ളേരെ വളർത്താനായിട്ട് ഇത്രയും നാളായിട്ട് പഠിച്ചിട്ടില്ല. തങ്കമണിയുടെ അവള് കഥ പറയൂ, എന്റെ അടുത്ത് പറയൂല.
അമ്മണിയുടെ പറയടി. കെട്ടിയവനില്ലേ ഭാസ്കരൻ. ആരാണ്? ഇടയ്ക്ക് അമ്മണിയുടെ ആരുടെ? കെട്ടിയവൻ ഭാസ്കരൻ. അതിപ്പോ ഇവിടെ കൂടാ. ഇടയ്ക്ക് സരളയുടെ അടുത്ത് പോകുന്നുണ്ടെന്നാണ് ഇപ്പൊ ആ, അറിയാൻ സാധിച്ചത്. മീൻകറി കൊടുക്കാത്തതിന്റെ ദണ്ണം, മീൻകറി കൊടുക്കാത്തതിന്റെ ദണ്ണത്തിനാണ് മനസ്സിലായത്. 5.56 ചോദിച്ചപ്പോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ, അതവക്ക് പിടിച്ചില്ല. അതിനുകൊണ്ട് അവക്ക് ഇനി അവളെ ഇനി കണ്ടവന്റെ കെട്ടിയവന്റെ കഥ കൊണ്ട് എന്നെ മണ്ടേട് എന്തൊക്കെ വർത്താനങ്ങള് കേക്കണം. എടി നീ നാട്ടിലോട്ട് വലിഞ്ഞു കേറി വന്നപ്പോ തൊട്ട് ഞാൻ പറഞ്ഞാണ്, നിന്നെ പോലത്തെ അവൾമാര് വന്നു കഴിഞ്ഞപ്പോഴേ എങ്ങനെയാവുന്ന ഈ കൂട്ടത്തിൽ തമ്മിത്തല്ലുണ്ടാക്കാനായിട്ട് ഓരോന്ന് വെളിയുന്നവര് വരുത്തര കേട്ടില്ലേ എന്ന് ഞാൻ പറഞ്ഞതാണ്. എടിയെ തങ്കമണിയേ, എടിയെ നീ കേക്കുന്നില്ലേ ഇതൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ വർത്താനം പറയാടി അവക്ക്. അയ്യോ തങ്കമണിയെ അടിച്ചടിയേ, എന്നെ അടിച്ചേ. സർലെ വെട്ടിക്കേറി. എടിയെ തങ്കമണിയെ, സരളരെ തീർത്തടിയേ. വായൊന്ന് അലക്കാതൊന്ന് ഇരിക്കുവോ? ഒന്ന് നിർത്തുവോ? എന്തുവാ സരളേ? സരളയുടെ ചാക്കാലെ എടുത്ത് കേട്ടടി. അവള് കാർത്തിയാരി, അവള് വലത്താ വന്നേക്കുന്നു. ഇനി ചത്ത് വീഴ്ത്തപ്പോ അവള് വന്നേക്കുന്ന ഇരിക്കുവോ? ഓ ഞാൻ ഇനി ചത്തിട്ട് മിണ്ടാതിരിക്കാവേ, ഞാൻ മിണ്ടിയതാണ് നിനക്കൊക്കെ അവിടെ കുറ്റം അല്ലേ? ഞാനങ്ങ് മിണ്ടാതിരിക്ക. നമ്മടെ വായില് താക്കോലിട്ട് പൂട്ടിയിട്ട് നമ്മളെ അടപ്പിച്ചിരുത്ത്. നിന്റെ വായിന്ന് പിന്നെ മുത്താടല്ലേ പോയിന്ന്. നീ ആര്? സുജാതയാടാ? നീ പാട്ട് പാടുന്ന സുജാതയുടെ ശബ്ദമല്ലേ നിനക്ക്? അവള് വന്നേക്കുന്നു. നമ്മളൊന്ന് ചത്തപ്പോഴത്തേക്ക് അവള് നമ്മളങ്ങ് മോശക്കാരി. ഓ കൊള്ളാടിയേ. കരളിന്റെ കരളെ. ചിട്ടിപ്പൈസ എല്ലാരും കൊണ്ടുവന്നായിരുന്നോ? ചിട്ടിപ്പൈസ ഓ ചിട്ടിയില്ല വട്ടിയില്ല, നിന്നോടൊക്കെ ഇനി ഒന്നിനും ഇല്ല ഞാൻ. അവള് പാര് നിന്നോടേത് ഇല്ലടിയേ. എന്നെ വന്ന് അപ്പുറത്തെ കുടുംബശ്രീന്ന് ആൾക്കാർ അടിച്ചപ്പോ നിനക്കൊക്കെ എന്തരായിരുന്നു ജോലി? അവിടെ ഇരുന്ന് പഴങ്കഞ്ഞി പോന്തിക്കോട്ടിരിക്കുന്നു എന്റെ സൈഡിൽ ഇരുന്ന്. അവളാണ് ഉപദേശിക്കണ എന്നെ. എനിക്കൊന്നും കേൾക്കണില്ലടി. അവള് കിടന്ന് അലറുന്ന്. ഒന്ന് മിണ്ടായിരുന്നേ. അല്ലേലും ഞാൻ പറഞ്ഞാണ് ഇവളുമാരുടെ കൂടെ കളിക്കാൻ പോയാൽ എന്തേലും ഒക്കെ വരുമെന്ന്. സത്യം. വെറുതെ ആണോടി നിന്റെ കെട്ടിയോ നിന്നെ ഇട്ടിട്ട് പോയത്? നിന്റെ ഈ വർത്താനം കൊണ്ടല്ലേടി അങ്ങനെയൊക്കെ. പെണ്ണുപിള്ളെ ഒരുമാതിരി കൊണർത്താനും പറഞ്ഞാൽ നിനക്കൊക്കെ കാണിക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞതാണ് മോശം. അയ്യോ നടുവും കെട്ടി കട്ടിലേക്ക് കിടക്കൂല്ലേ? നോക്ക് എന്തിനവളൊക്കെ കളിച്ചാൻ പറ്റേക്കുന്ന ഇവളൊക്കെ നോക്ക് കാണിക്കുന്നത്. അയ്യോ മോശം തന്നെ. അവിടെ ഞങ്ങള് ചിട്ടി ഒന്ന് പിരിക്കട്ടെ. എടി ഒന്ന് അടിയടിയേ, ഒന്ന് അടിയടിയേ, ചിട്ടി ഒന്ന് പിരിക്കട്ടെ. ഇപ്പൊ കൊല്ലോടിയേ. കാശ് എന്റെ കെട്ടിനെ വെള്ളം അടിച്ചു തീർക്കാനായി. ഓപ്ഷൻ ഉണ്ട് സർലേ. നിന്റെ പെട്ടി നിനക്ക് ഇത്ര പൈസ ഉണ്ടായിരുന്നു സർലേ? ഓ സരളയുടെ കക്കാലെ പെട്ടി വെക്കാനാണ് അവക്കങ്ങ് തീർതി. അവള് അപ്പുറത്തെ വീട്ടിൽ എന്റെ ചിട്ടി പൈസ കട്ടോണ്ട് പോലേടിയേ. അത് കെട്ടിയവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാടി തങ്കമണി. സ്വന്തം വീട്ടിലെ പൈസ ഒന്നുമില്ല, കെട്ടിയവന്റെ വീട്ടിൽ നിന്ന് വരെ എടുത്തോണ്ട്. കാർത്തിയാനി നിന്നെയാണോ? കാർത്തിയാനി കിച്ചണ് എടിയേ എന്നെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് തിരിച്ചു വിളിച്ചോണ്ട് വരുവടിയായി. ഓ സ്വന്തം കാര്യം. കാർത്തിയാനി അല്ലേലും പണ്ട എങ്ങനെയാണ് അവള് ഇവിടെ ഇഷ്ടമുള്ള ആർക്കാണെന്ന് നീ എന്തൊക്കെ പറയാ? നീ ഉള്ളടിയേ അമ്മ തങ്കമണിയെ. ബാക്കിയെല്ലാം സ്വന്തം കാര്യം തന്നെ. ഓ സ്വന്തം കാര്യം. അമ്മണിയെ അമ്മണി അങ്ങ് ഉറക്ക അവിടെ ഇരുന്ന്. അമ്മണി എന്തായാലും കാണിക്കുന്ന അമ്മണി. അയ്യോ സർല ഇതിപ്പോ നീ ആയിരുന്നെങ്കിൽ എടി സരളെ അക്കൗണ്ട് ഒന്ന് നോക്കണേന്ന്. ഓ LSD ഇവര് നോക്കാവേ. ഇത് കാണാൻ ആഴൊക്കെ പിള്ളേര് നമ്മളെക്കാൾ മോശം. സത്യം എന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ എന്നെ അവര് ഏറെ കയറ്റും കേട്ടോ. ഇവൻ ആര് ഇവനെന്ന് ചോദിക്കും. നമ്മുടെ ദീപം കുടുംബശ്രീയുടെ ഒരു പുതിയൊരു ചിട്ടിപ്പിരിവിനായിട്ട് ഞാൻ ചിട്ടിപ്പിരിവ് ഒരു ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. സരള 1000 രൂപ,
കാർത്തികേനി 2399. അതാ ഇവിടുത്തെ വർത്തമാനോ എന്റെ എടിയെ. അവന്റെ കിട്ടും നോക്കും ഒരേ ശമ്പളം തന്നെയാണ് കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് മാത്രം കോഴി വേണോ? നിങ്ങൾക്ക് 10 കോഴീനെ വേണോ വേണ്ടയോ പറ. അപ്പൊ ശരണക്ക് എന്ത് കോഴിയില്ലേ? ചർലക്ക് എടിയെ എന്റെ വീട്ടിൽ നാടൻ കോഴി ഉണ്ടടിയേ. എനിക്ക് നിന്റെ കോഴി വേണ്ടടിയേ. കോഴി 1000 അവള് വന്നേക്കുന്ന കോഴിക്കച്ചവടം കൊണ്ട്. എനിക്ക് കോഴി അത് കണ്ടോ അമ്മിണി? 10 കോഴിയാണോ ആടാണോ നിനക്ക് വേണ്ട സാറിലെ അമ്മ കാർത്തികേനി? കോഴിയും കോഴിക്കൂടുമാണ് നിനക്ക് കിട്ടുന്നത്. കോഴി വിത്ത് കോഴിക്കൂട്. അമ്മണിക്ക് എന്താ അറിഞ്ഞു മതി എനിക്ക്. അമ്മണിക്ക് പശുക്കുട്ടി. എത്ര അമ്മണിക്ക് എന്റെ പശുക്കുട്ടിക്ക്? അമ്മണി തരുന്ന പൈസ പോലെ ഇരിക്കും പശു. അത് വേണമെങ്കിൽ ക്രാവാകാം, അങ്ങനെ പോത്താകാം, അങ്ങനെ ഡിപ്പെൻസ്. അകിട് മാത്രം കൊടുക്കൂ. എന്റെ മോളൊന്ന് അയ്യേ അതിനുള്ള പൈസ ഉള്ളത്. എന്തൊരു വർത്താനോടി നീ പറഞ്ഞത്? നീ ഏത് കുടുംബത്തിൽ പറഞ്ഞ കണ്ടടിയാടി നീ? അവള് പറഞ്ഞ വർത്താനം കേട്ടാ. ഇങ്ങനെയുള്ളവളുമാരായിട്ടൊന്നും ഒരു പരിപാടിക്ക് എന്നെ വിളിക്കല്ലേ നീ തങ്കമണിയെ. ഞാൻ വരത്തില്ല. അയ്യേ സത്യം. കാശുമില്ലാത്ത വീട്ടിൽ അയ്യയ്യേ മോശം തന്നെ. എനിക്കിത് പറ്റത്തില്ല ഇങ്ങനെയുള്ളവരായിട്ട്. സുരേഷ് ഏട്ടൻ പാവം. അങ്ങേറെ തലയിൽ ഇവളങ്ങ് കെട്ടിവെച്ചു കൊടുത്തതാണ്. സത്യം. അയ്യോ ആ മനുഷ്യൻ എങ്ങനെ സഹിക്കുന്നോ ഇവളെ എനിക്കറിയത്തില്ലേ. അറിയായിരുന്നോ? മറ്റേ ലീലാമണിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? ലീലാമണിയുടെ മോക്ക് അവിഹിതം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറയാല്ല. ഇപ്പോഴത്തെ കാലത്ത് ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ പിള്ളേരെല്ലാം ഇങ്ങനെ തല തിരിഞ്ഞു പോയി. എന്തൊരു ചെയ്യാൻ? എന്തൊരു പറയാ. അഹമ്മദ് നക്കാശ് എന്നും പറഞ്ഞതോ ആ വളവിന്റെ അപ്പുറത്തൊരു വയ്യുണ്ട്. ഒരു പുതിയ PC എടുത്തിരുന്ന് 24 മണിക്കൂറും അതിന്റെ പുറകെ കുത്തിയിരിപ്പാണ് ആ ചെറുക്കന്റെ ജോലി. ആ വീട്ടുകാർക്ക് വേണ്ടി നല്ലത് എന്തേലും ചെയ്തു കൊടുക്കണോന്നില്ല. ഇങ്ങനെ പറയണം. നിനക്കെന്തിനടി കൊള്ളുന്നത്? നിനക്കെന്തിനു കൊള്ളുന്നത്? ഞാൻ അപ്പുറത്തെ വീട്ടിലെ കാര്യമല്ലേ പറഞ്ഞത്. നിനക്കെന്തിനടി കൊള്ളുന്നത്? നീയാണല്ലേ അവളെ ചെലവ് വെക്കുന്നത്. പോടി. ചിട്ടി വിരിക്കാനല്ലേ നമ്മളിവിടെ വന്ന്. ചിട്ടി വിരിക്കണോ വേണോ? ഞാൻ ചിട്ടി വിരിക്കാൻ പോവാണ്. എടിയേ ചിട്ടി വേണോടിയേ വരുന്നേ. അയ്യോ കുടുംബശ്രീയിലേക്ക് ബസ് വന്നേ. എന്നെ കൊണ്ടുപോടിയേ. എടിയേ തങ്ങടിയേ എടിയേ അമ്മണിയെ കൊണ്ടുപോടിയേ. അമ്മണിയെ അതൊരുമാതിരി. അമ്മണി വന്നു. അമ്മണിക്ക് എന്നോട് ചെയ്യാനുള്ളു. അമ്മണിയെ പോണ്ടടിയേ. നിങ്ങൾ ഈ കിടന്ന് ഇങ്ങനെ അലപ്പുറ പെണ്ണുങ്ങളെ പോലെ കാണിക്കല്ലേ. നമ്മളും അപ്പുറത്തെ കുടുംബശ്രീ വേറെ വ്യത്യാസം. അമ്മണി സാറിനെ അങ്ങനെ ഒന്നിക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. അതെനിക്ക് കുറച്ച് പ്രശ്നമാണ്. അത് കേട്ടോടിയേ. എല്ലായിടത്തും പൊപ്പിച്ചിട്ടും വരുവാ. ഇനി അടുത്ത നമ്മുടെ ലിസ്റ്റ് ഞാൻ പറയാൻ പോവാണ്. നമ്മുടെ ഓണപരിപാടിക്ക് വേണ്ടി തിരുവാതിര കളിക്കാനായിട്ട് സാരിക്ക് വേണ്ടി ഒരു 300 രൂപ തരണം. പിന്നെ ബ്ലൗസ് നിങ്ങൾക്ക് എംബ്രോയിഡറി വെച്ച് തയ്ക്കണം. നിന്റെ കുടുംബത്തിൽ കൊണ്ട് ചെലവിയാറാണോ ഈ പൈസ നിനക്ക്? നിങ്ങളുടെ പറച്ചിൽ കേട്ടാത്തോന്ന് ഞാൻ അത് ഉപയോഗിക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാവരും സംസാരം അത് തന്നെയാണ്. നമ്മളെ മാത്രല്ല കേട്ടാ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നീ ഒന്ന് നാട്ടിലോട്ടൊക്കെ ചോദിച്ചു നോക്കതീ. ഒന്നും അല്ലെങ്കിലും വേറെ വ്യക്തിയുടെ ഭർത്താവിനെ ഒന്നും ഞാൻ നോക്കിയില്ലല്ലോ. ഞാൻ പൈസയില്ലേ നോക്കിയുള്ളൂ. നീ അത് കാർത്തിയാരെടുത്തോ? അവളെ പരിപാടി അവളെ ജെറ്റ പരിപാടി ഞാൻ ചെയ്യത്തില്ല. കിടത്ത സരളെ അറിഞ്ഞോ? ഇത് തങ്കമണി പുതിയ വീട്ടിൽ മറ്റേ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെച്ച് എവിടെന്ന് പൈസ? എനിക്കങ്ങനെ അറിയാം. നീ പോയിട്ടോര് അവളുടെ അടുത്ത് അവള് എന്റെ അടുത്ത് ഇനി എന്റെ വായിന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയട്ടെ, നിങ്ങള് തിരുവാതിര കളിക്കാനായിട്ട് എന്ന് വരാനാണ്? നമുക്ക് പഠിക്കണ്ടേ തിരുവാതിര കളിക്കാനായിട്ട്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ബ്ലൗസ് ഞാൻ തയ്പ്പിക്കാൻ കൊടുക്കാം. എംബ്രോയിഡറി എങ്ങനെ വേണോന്ന് നിങ്ങളൊന്ന് പറഞ്ഞാ. നിനക്ക് എങ്ങനെ തയ്ക്കുന്ന അതേപോലെ തന്നാ മതി എനിക്ക് കേട്ടാടി. നമ്മളല്ലേ എല്ലാരും ടീം. കസവ് വെച്ച് വേണോ നിങ്ങൾക്ക്? നിങ്ങൾ പറ. പൂക്കള് വെക്കുവാണെ അവക്ക് പൂക്കള് വേണേ നമ്മളെല്ലാരും. തിരുവാതിര കളിക്ക് പൂക്കളാ ഇവിടെ എന്തൊരു പറയുന്നത്? എടി കാർത്തിയാനിയേ നീ എന്തരടി പറയുന്നത്? അമ്മണി നിനക്കൊന്നും പറയാനില്ലേ? എന്തൊക്കെയാടി അവള് പറയുന്നത്? എനിക്ക് ക്രോപ്പ് ടോപ്പ് കിട്ടോ?
എടീ നിനക്ക് വല്ല റൗക്കെ മേടിച്ചിട്ടുണ്ട് തലേടി അവള് ക്രാപ്പ് ടാപ്പ് ഇടാൻ വന്നേക്കുന്നത് അവളെ ഫാഷനല്ലേ അതൊക്കെ? ഇപ്പോഴത്തെ ഭാഷ അവള് കാര്യം കുടി വെച്ച് നീട്ടിയിരിക്കുന്ന അവൾക്ക് ക്രാപ്പ് ടാപ്പ് അവള് എടി അങ്ങനെ ലീലാമണിയുടെ മോൾ ഇതിട്ടോണ്ട് നടന്നിട്ടാണ് അവിഹിതം ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞത്. ക്രോപ്പ് ടോപ്പ് കണ്ടിട്ടില്ല ഇനി അവൾക്ക് വയസ്സാം കാലത്ത് ഇനി കൂത്തിറക്കണം അവക്ക് ഇനി മുതുക്കന്മാരോടെ തുള്ളാമോളോ അവക്ക് ഇനി തുള്ള ക്രാപ്പ് ടാപ്പ് ഇട്ട് ചില്ലറ അല്ല ഓരോന്ന് പറഞ്ഞുണ്ടാക്കാനായിട്ട് ഇനി ഒരു കാര്യം കിട്ടാതിരിക്കണം ഓരോരുത്തരല്ലേ അപ്പോഴാണ് അവളുടെ ക്രാപ്പ് ടാപ്പ്. അപ്പുറത്തെ വീട്ടിലെ സരിതയുടെ ലാസർ പുതിയ വണ്ടി വാങ്ങിയെന്ന് പറഞ്ഞു. സരിതയുടെ ലാസർ ഏത് വണ്ടി മേടിച്ചേ? ഏത് വണ്ടി മേടിച്ചേ? നീ അപ്പുറത്തെ വീട്ടിലെ ഭർത്താനെ നോക്കിയത്, നീ നിന്റെ ഭർത്താനെ നിന്റെ വീട്ടിലൊരു വണ്ടി ഇല്ലാത്തതിന്റെ എണ്ണമല്ല അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ വണ്ടി എടുത്തതാണ് പക്ഷെ പ്രശ്നം. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അവൾക്ക് അറുത്ത കൈ മാറിത്തരുമോ ഒന്ന്? കേൾക്കാത്തവളാണ് അവള്. ആരാ ആളുണ്ടടാ ഡേ ഒന്ന് സ്മോക്ക് ഇട്ടാലോ എടി നീ എങ്ങോട്ടാടി തുള്ളി ഇറങ്ങി എടേ മേളില് ഞാൻ കണ്ടില്ലടിയേ. ചെറുക്കന്മാരെ കാണുമ്പോഴത്തേക്ക് അവള് തുള്ളി ഇറങ്ങി പോകണം. തുള്ളിച്ചാടി അങ്ങ് പോവുക. എടേ ഒരുമിട്ടാളെ അടി പിണ്ടാരി കാർത്തിയാടി നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചാ. ഓ നമുക്കിപ്പോ ഇവിടെ മറ്റേ അഭിപ്രായം ഇല്ലാത്ത അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത. ഓ ഇല്ലടി നിനക്കില്ല. നീ അല്ലേ മഞ്ഞേറിയുള്ളല്ലേ നിനക്കില്ല. ഓ നിങ്ങളെ പിന്നെ കുടുംബശ്രീക്കത്താണല്ലോ പറ്റിട്ട്. എന്നെ പറ്റിട്ട് എവിടെ ഉണ്ടീ? നിനക്കറിയാം എന്നെ കുറിച്ച്, എന്റെ കുടുംബത്തിനെ പറ്റി നിനക്ക് എന്തിനാടി? നീ എന്റെ കുടുംബത്തിനെ പറ്റി പറയുന്നു. നീ കുടുംബ പേര് നീ ചോദിച്ചോക്ക് ഇവിടെ എല്ലായിടത്തും നിന്റെ കുടുംബ പേര് എന്തിരുന്നു, എന്നിട്ട് നീ വർത്താനം പറയടി. വന്നേക്കും നമ്മള് അവിടെ കുടുംബ പേരാണ്. മറ്റേ അത് അവളുടെ കാർത്തിയാനിയുടെ തീട്ടപ്പറമ്പിൽ. അല്ല സർലയുടെ എന്താണ് ലക്ഷം വീട് കോളനിയല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. നിന്റെ ഏതാണ്? നിനക്ക് കുടുംബം ഉണ്ടാടി? കുടുംബം ഇല്ലാത്ത അവിടെ നിനക്ക് കുടുംബം ഉണ്ടാടി? കുടുംബം ഇല്ലാത്ത നീ ഇത്ര നേരം എന്നോട് വന്നിട്ട് അവള് നീ ഇപ്പൊ എന്റെ എതിര് പറയുന്ന അവള്. നിനക്ക് കുടുംബം ഉണ്ടായിന്? കുടുംബം ഇല്ലാത്തവളെ എന്നെ കുടുംബത്തെ പഠിപ്പിക്കാൻ വന്നേക്കുന്ന അവള്, ക്ലാസ് എടുക്കാൻ വന്നേക്കുന്ന അവള്. വലിയ ട്യൂഷൻ താറ കളിക്കല്ലേ നീ? എടി പിന്നെ എടി പെണ്ണുങ്ങളെ, അടുത്ത നമ്മുടെ മറ്റേ വുമൻസ് ഡേക്ക് നമ്മൾ പുതിയൊരു മാർച്ച് ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് 2000 കാശിന്റെ കാര്യം പറയാനല്ലാതെ ഇവള് എന്തെങ്കിലും പൈസ അവളെ പാലിയാച്ചെന്ന് വിളിച്ചേക്കുന്ന തന്നെ. പാലിയാച്ചിന് പറഞ്ഞെന്ന് അടുത്ത ആഴ്ച എന്റെ മോളെ ബർത്ത്ഡേ ആണ്, പാലിയാച്ചും ഒരുമിച്ചാണത് എന്റെ ഇടയിൽ വരണേന്ന് വിളിച്ചിട്ട് പോയേക്കാണ്. ഇവരുടെ ഇത് എവിടെ നടി ഈ അപ്പുറത്തെ കുടുംബശ്രീ നടിക്കുന്നത്? എടേ പറഞ്ഞാടി, സ്ഥലം പറഞ്ഞാടി. ആണെന്നില്ലടി അവിടെ ആര്യം. ദീപം നമ്മളോ മക്കളുടെ കല്യാണമാണെന്ന് കേട്ടത് മാർച്ചില്. പിന്നെ ലീലാമണിയുടെ പിള്ളേരെ പോലെ ഞാൻ ഇങ്ങനെ തെറിച്ച് നടക്കുമെന്ന് വിചാരിച്ചു എന്റെ മക്കളെ. ഒരാളെ കവർ ചെയ്യോ? ഞാനും പിന്നെ കൂടി ഇവളെ കൂടി എടിയെ കാർത്തിയാനിയെ വാടി. എടി പിന്നെ ഞാനേ ആ ചെറുക്കന്റെ വീട് പോയപ്പോ പറയാതിരിക്കാൻ വയ്യ, ആ ചെറുക്കന് ഗവൺമെന്റ് ജോലി. എടി ഗവൺമെന്റ് ജോലി. എന്റെ മോൾക്ക് നല്ലൊരു കാലം വരുന്നുണ്ട്. അവളെ പിന്നെ ഞാൻ നല്ല രീതിക്കാണ് വളർത്തി വിട്ടേക്കുന്നത്. അവളെ കുക്ക് ചെയ്യാൻ എല്ലാം ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അറിയാം അവളെ മോക്ക് കുക്ക് അറിയുന്നത് എന്തിനെന്നറിയാമോ? മാഗി വരത്താനും അത് അറിയുന്നവക്കാണ്. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നുമോളെ എന്തെങ്കിലും ഉണ്ടെ തിരിച്ചു കയറിയാ ഞാൻ ഈ വീട്ടിൽ കേട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട്. അപ്പൊ പിന്നെ അത്രേ ഉള്ളു. അവളെ പിന്നെ ഞാനാണ് വളർത്തിയത്. അതിന്റെ എല്ലാം അതിന്റെ ദോഷം വളർത്ത ദോഷം കാണാനും ഉണ്ട്, അതിരിക്കാൻ വയ്യ. നീ എന്താടി നീ അതെ ബ്ലൂവില് മറ്റേ അപ്പുറത്തെ അതിർത്തി കുടുംബശ്രീയിലെ വ്യക്തിയുണ്ട്. ഒന്ന് വരുവോ? കേറി നോക്കിട്ട് വരാം നമുക്ക്. എന്നാ ആ നീരെ ലാസർ ഒളിഞ്ഞു നോക്കുന്നുണ്ട് നമ്മളെ. നാസറുമായിട്ട് കൊറേ കണക്ഷൻ ഉണ്ടല്ലോ. എന്താണ് കാര്യം പറഞ്ഞ നീ? ലീലാമണിയുടെ കൂടെ അല്ലേ നടപ്പ്, പിന്നെ എങ്ങനെ അവിഹിതം ഉണ്ടാകാതിരിക്കും? ഇതിനകത്തിനാടി ഇപ്പൊ അടിച്ചത് വിഷാക്കിലാവുന്നേ അമ്മണിയാണേ. നമുക്കേ
നമുക്ക് 4ാമത്തെ വൃത്തമായിട്ടുണ്ട്. നമുക്ക് അതിന്റെ അകത്തോട്ടൊരു നേട് അറിയട്ടെ. ഞാൻ അറിയാം അവക്കല്ലേലും കില്ലിന് വേണ്ടി ആക്കണം. എടിയേ കില്ലിന് വേണ്ടി ഓടിക്കോടിയേ. ആക്കണം അവള്. എടിയേ സാണ് വരുന്നടിയേ. അപ്പുറത്തെ വീട്ടിലെ മക്കളെ വന്നേ. അവന്റെ അവിഹിത ബന്ധത്തിലെ മക്കളെ ഒന്ന് ചോദിക്കാൻ വിടരുതവരെ. എടി അവിടെ താഴെ ഇറങ്ങടി. ഇടതീന്ന് വരുന്നേ. എടി അവിടെ താഴെ ഒരുത്തോ ആ വണ്ടിയുടെ പിന്നാലെ. ആ സുനിലെന്തോ ആ വണ്ടിയുടെ പിന്നിൽ ചാടി കളിയാണ്. ഓ എടി എന്തേലും നീ എടി സാറല്ലേ നമ്മുടെ ദീപം കുടുംബശ്രീയുടെ അഭിമാനം കാക്കുന്നു. എടി ഞാൻ ഒരുത്തിയെ കൊന്നടി. സാറല്ലേ നിനക്ക് പറ്റും. സാറല്ലേ നിന്നെ കൊണ്ടേ പറ്റും. സാറല്ലേ നമ്മുടെ ഓണക്കിറ്റിന് വേണ്ടിയുള്ള മത്സരമാണ്. നീ ഇതൊന്ന് മനസ്സിലാക്ക. നിന്റെ കാലപ്പ് ഒലത്താഴായിട്ട് അവളങ്ങ് ഒലത്താരായിട്ട് പോയി പുടുത്ത് ചത്തിട്ട് വന്നേക്കുന്നവള്. അയ്യോ ഇനി വേണ്ട. ഇച്ചിരി പാടാണ്. ഇവരെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നത്? എങ്ങനെ കുടുംബശ്രീ നടത്തുന്നതെന്ന് ലളിതയ്ക്ക് അമ്മുക്കുട്ടിയുടെ വോയിസ് ഇറക്കുമ്പോ തൊണ്ട ചെയ്യാൻ ലളിതി. അയ്യോ നല്ല പോലെ അയ്യോ കുടുംബശ്രീ പിരിച്ചുവിട്ടിരിക്കണോ? കുടുംബശ്രീ പിരിച്ചിട്ടിരിക്കുന്നു. ഇനി ആരും കുടുംബശ്രീ ചലഞ്ച് ഞാൻ തരുന്നു. ഇറങ്ങുന്നേ ഞാൻ വീഴുവിനി. ഓ എന്നത് ഗുഡ് നൈറ്റ്.